അട്ടം നോക്കി നടന്നാൽ ഇങ്ങനെ ഇരിക്കും. ഏത് പൂവലറിയാലോ. മംഗളൂരത്ത് പപ്പനെ ഡമ്മിയാക്കാൻ പോവുകയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നത്തെ നമ്മൾ വ്ളോഗ് എന്ത് പറഞ്ഞെങ്കിൽ ഞാനും ഉണ്ട് ഷെസാവുണ്ട്. ഓക്കെ, ഇന്നത്തെ നമ്മൾ വ്ളോഗ് എന്ത് പറഞ്ഞെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോരല്ലെങ്കിൽ ഞാൻ പപ്പാന് ബീച്ച് പോന്നാന്ന് വെച്ചു. ഞങ്ങൾ പറഞ്ഞാൽ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ റെഡിയെല്ലാമായി. പപ്പ എൻ്റെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞു പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ പഴക്ക് പോകുന്നതെന്ന്. ഗൈസ്, ഇങ്ങോട്ടാണ് പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ പോര. അപ്പം നമ്മൾ വന്നിച്ചിപ്പോൾ ഒരു മിനിറ്റ് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ വന്നിട്ട് അവിടെ പപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു ഒരു സ്ഥലത്ത് കയറി കുളിച്ച് പപ്പാവും ഫ്രണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്ന ബീച്ചിലേക്ക്. ഇവിടെ അടുത്തിടെ തന്നെ ഒരു ബീച്ചെന്ന് തോന്നുന്നു. ഞാനും ഫോർ ദ ഫസ്റ്റ് ടൈം വരുന്ന ഗൈസ്. കാഞ്ഞങ്ങാട് സൈഡാണ്. അവിടെ നിന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ക്ലീനസ്റ്റ് ബീച്ച് ചെല്ലണം. പപ്പ ഉമ്മവും മുന്നേ പോയി, ഞങ്ങൾ ബാക്കിലായി പോയി. സോ ലെറ്റ് മീ ഷോ യു ഗൈസ് എവറിത്തിങ്. നമ്മൾ മാറിയിട്ട് വേറെ പോകുന്നുണ്ടായിന്. അപ്പം നമ്മളെ ഉമ്മ വിളിച്ചാ ഇല്ലെങ്കിൽ ഞാനീ ഷെസാവും ഈ വയിലേ കൂടി നടന്നു പോട്ടീന്. ഏടെങ്കത്തിട്ടീന് ഷെസാ. നമ്മൾ തപ്പിയിട്ട് വരട്ടീന്. ഇവർ നല്ല ആവുന്നുണ്ട്. ഒരു ഇടവയിലെ കൂടിയൊക്കെയാണ് പോകുന്നത്. ഇവിടെ നല്ല ചെടീൻ്റെ ഇതെല്ലാം ഉണ്ട്. ഇവിടെ ഫുള്ള് കൃഷി അതുമാതിരി ഉണ്ട് സ്ഥലം. ലൈക്ക് പപ്പാന്റെ ഫ്രണ്ടിന്റെ അവിടെ ബ്രിഞ്ചലെല്ലാം ഉണ്ട്. പിന്നെ എന്ത് അല്ല ഇങ്ങനത്തെ എന്താ പറയാ കൃഷി ടൈപ്പ് സ്ഥലമാണ് ഗൈസ്. ഇവിടെ ഫുള്ള് മറ്റേ നെല്ലെല്ലാം ഉണ്ടാകുന്നില്ലേ, അതുമാതിരി ഉണ്ട്. ഇപ്പം നമ്മൾ നടന്ന് ബീച്ചിലേക്ക് എത്തിയിട്ട് കാണിച്ചു തരാം. ഐ തിങ്ക് മറ്റുള്ള ബീച്ച് പോലെയല്ല, ജസ്റ്റ് സീ സൈഡ് മാത്രമെന്ന് തോന്നുന്നു നമുക്ക്. ഓക്കെ ഗായ്സ്, ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നമുക്ക് നടക്കുമ്പം വ്ളോഗ് എടുക്കുമ്പോൾ എല്ലാം കതിച്ച് കഴിഞ്ഞില്ല. സോ ഓക്കെ ബൈ ഗായ്സ്. നമ്മൾ നടന്നു വരുമ്പോൾ അറിയുന്നില്ല ഇതിലെ ബേറെല്ലാം. ഇതൊരു ഇടവയിലെ ഷോർട്ട് കട്ടിലോട് വരുന്നതാണ്. ഞങ്ങൾക്ക് മാപ്പാണ് ഉമ്മ ഓരോരോ സൈഡ് ഇങ്ങനെ നിന്നു നമുക്ക് ബൈ പറഞ്ഞു തരാൻ വേണ്ടിട്ട്. ഗൈസ്, ഷൂവിൻ്റെ ഇടയിൽ കാപ്പാടം കുത്തിയിട്ട് നടക്കാൻ തീരെ വയ്യ ഗൈസ്. ലെറ്റ് മീ ഷോ യു ഗൈസ്. എൻ്റെ പപ്പനെ നോക്കൂ നിങ്ങൾ. പപ്പ ഫുൾ ബീച്ച് മോഡ് ഓൺ ആയിട്ട് തന്നെ ഉണ്ട്. അത് ഷോർട്സിലോട്ടിട്ട് ഫുള്ള് നീന്തലും. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. പപ്പ ഉമ്മാവും നല്ല എക്സ്പേർട്ട് ഗൈസ് നീന്താന്. പപ്പ ഭയങ്കര എക്സ്പേർട്ട് നീന്താന്. മാത്രം മക്കളിൽ ഞങ്ങൾ ആരും ആടെന്തോ ഉണ്ട് ഗൈസ്. മക്കളിൽ ഞങ്ങൾ ആരും പഠിച്ചില്ല. ഇച്ചക്ക് അറിയും, പിന്നെ സനക്ക് അറിയാം ഗൈസ്. ഇവിടെ ഡെസ്റ്റിനേഷൻ വെഡിങ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. വാവ്, ദിസ് ലുക്സ് സോ ഗുഡ്. ചുമ്മാ നടന്നു പോകുന്ന എന്ത് പാങ്ങ് ഗൈസ്. ഹിയർ ദ ഡെസ്റ്റിനേഷൻ വെഡിങ് ഗൈസ്. ആരുടെ മംഗലമാണ്. Wow guys, this view looks so good and gorgeous. Wow. അയ്യോ, ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കട്ടെ ഒരു പൂവട്ടീന് ഗൈസ്. സഫാവണ എങ്ങനെ പോകുന്നുണ്ട്. പപ്പ പോരണ്ടല്ലോ. ഉമ്മാൻ്റെയും വെഡിങ് ആൽബത്തിലത്തെ ഒരു ഫോട്ടോ ഉണ്ട്. ഇതുമാതിരി ഒരു രണ്ടാൾ ഇരുന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ ആൽബത്തിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. പപ്പ ഇപ്പൊ നെക്സ്റ്റ് ക്രിയേറ്റ് ആക്കുന്നുണ്ട് ഗൈസ് ഫുള്ള്. പപ്പ ബാക്ക് ടു എത്ര ഏജ് പപ്പ? ബാക്ക് ടു 96 എത്തി പപ്പാന്റെ പണ്ടത്തെ ഓർമ്മകളിലേക്ക്. ഓക്കെ, ഞാനൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യട്ടെ ഗൈസ്. നമ്മൾ ക്യാപ്പൊക്കെ വെച്ചു. യെസ് ഗൈസ്, നമ്മളവിടെ ടൂർ പോയ പോലെയാണ് ഉണ്ടത്. ബട്ട് ദ സീ ഈസ് നിയർ ടു us ഗൈസ്. അപ്പൊ മീൻ പിടിക്കാൻ പോകുന്നെന്ന് തോന്നുന്നു. സുന്ദരി
ഒന്നിച്ച് വന്നത് ഗൈസ്. സോ എല്ലാവരും ഫേസിൽ ക്ലിയർ ആവോ നമുക്ക് അറിയില്ല. അന്നേരം ഗൈസ് ഇവൾക്ക് എന്താണ് ഫോണിൽ പലതിൽ കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. ശതാക്ക് അങ്ങനത്തൊന്നും അറിയില്ല. പാവൻ ചുമ്മാ നോക്ക് ഗൈസ്. ഗൈസ് എനിക്കപ്പോൾ ജമ്പിന്റെ വെള്ളം കണ്ടിട്ട് കൺട്രോൾ പോയി. അങ്ങനെ വയൽ മുങ്ങിട്ട് തന്നെ പോകും. അതൊക്കെ അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടായില്ല. നമ്മുടെ പേടിച്ചെടുത്ത് ബാക്കിയായിട്ടുണ്ടാവും ഉമ്മാലായി. പപ്പയുടെ കിണമുണ്ട്, വെള്ളം നിറഞ്ഞു. അതിപ്പോ കൊണ്ടുപോകാം. പപ്പ കാനുണ്ടാക്കും, പപ്പന്റെ ഫ്രണ്ട് ഡിസ്ട്രോ ആക്കും. ബട്ട് ദിസ് ടൈം അട്ടം നോക്കി നടന്നാൽ ഇങ്ങനെ ഇരിക്കും. ഏത് പൂവലറിയാലോ വീണതിരുന്നത്. മോഡലായിട്ട് വീണ കേട്ടോ. നോക്കൂ, അത് ഈടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പേല. Guys, they are enjoying. അവിടെ പപ്പൻ ഫ്രണ്ടിന് മോന് അവിടെ ഇങ്ങനെ എന്ത് പൈന് പറയുന്നേ സഫ അതിന്റെ പേരെന്ത് ഗൈസ്? അപ്പുറം ഇപ്പുറം വ്ളോഗ് എടുക്കുന്നുണ്ട് ഗൈസ്. ഇത് ആ സാധനത്തിന്റെ പേരെന്ത്? ആ റിങ് പാറിട്ട് പോയിട്ട് എടുക്കാൻ പോയിട്ടുള്ളത്. എടുത്തിനാ ഗൈസ്? അതിനെ പായുന്നുണ്ട് പാവം. എത്ര ടയറാ കുഞ്ഞേനെ പായുന്നത്. യോളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സന്തോഷിക്കുവാണ്. അങ്ങടുത്തേക്ക് പോയി ഗൈസ്. അപ്പൊ പായുന്നുണ്ട്. ഈ തട്ടം കൊണ്ടുപോയിട്ട് അമ്മച്ചിക്ക് കൊടുക്കട്ടെ. അമ്മച്ചി അത് ഇവിടെ നല്ല കാറ്റുണ്ട്. ചില പിസ്യം പറയുന്നത് കേൾക്കാൻ അറിയില്ല. റിങ് വീണ്ടും പറഞ്ഞ് പിടിച്ചിട്ട് കൊണ്ടുവച്ചോ എനിക്ക് തനിച്ചെന്ന് വിടണ്ടാന്ന്. ഞാൻ ചെല്ലില്ല അയക്കില്ല. പായങ്ങനെ ഒരിക്കുമ്പോ കിട്ടി. ഇപ്പൊ പാവത്തിന് നാദിയെ പാഞ്ഞോയത്. എന്നിട്ട് അങ്ങനെ പറക്കിട്ട് വരുന്നുള്ളു ഇങ്ങോട്ടേക്ക്. കിട്ടിയാ കുടിക്കാനാ പോ. പപ്പ പറഞ്ഞു പപ്പാരെ ഫോട്ടോ എടുക്കാൻ മാത്രം സീ സൈഡ് വരുമ്പോ ഞാൻ പോന്നു കണ്ട ഗൈസ്. ഇങ്ങനെ പോകുന്നല്ലേ പറയുന്നത്. മാത്രം പപ്പ കൃത്യല്ല കുഴപ്പമില്ല. ഞാൻ കറക്റ്റില്ല, ഞാൻ ബൽപ്പിച്ചു. എന്താ ഗൈസ് അവിടെ റണ്ണിങ് റേസ് ആരംഭിക്കാൻ പോകുന്നു. ഗൈസ് ഇതെന്ത് തരം മാനസികമാണ്? മാറ്റി പപ്പ തോച്ചു. പപ്പ ഗൈസ് പപ്പ എന്ത് തോറ്റത്? വിന്നറല്ല. മംഗളത്ത് പപ്പനെ ഡമ്മിയാക്കാൻ പോവുകയാണ്. ഇതാണ് ചക്കിക്കാത്ത ചങ്കരൻ എന്ന് പറയുന്നത്. പപ്പക്ക് പറ്റിയ ബെസ്റ്റ് ഫ്രണ്ട്. ഹെൽപ്പൊക്കെ അവലെടുക്കുന്നുണ്ട്. അതോ വിടുന്നെങ്കിലും
മനസ്സിലായില്ല ഞങ്ങൾക്ക് ചോദിച്ചത് മാത്രം. ഡ്രസ് കാറിൽ വെച്ചിട്ട് വന്നത്. അതിലെ ഷേപ്പായിട്ടുണ്ട്. അങ്ങനെ വന്നേനെ സപ്പ വന്നേന് കറക്റ്റ് ആയിട്ടുണ്ട്. സപ്പ ഇങ്ങനെയല്ല എനിക്ക് ഉണ്ടാക്കില്ല. താങ്കള് പാടുന്ന കുറച്ച് വെച്ച് പാടിക്ക് കേക്കില്ല. നാരായണല്ലോ. It's time to say bye bye to the sea. So guys, 7 മണിയാകുമ്പോഴാണ് ഇവിടുന്ന് റിട്ടേൺ പോകുന്നത്. അറിയില്ല നടന്ന കാര്യം വേദനിക്കുന്നുണ്ട്. പറഞ്ഞെങ്കിൽ ഷൂവിൻ്റെ ഉള്ളിൽ പോയി നമ്മൾ മാത്രം ഷൂവിൻ്റെ ഉള്ളിൽ പോയി. ഷൂരല്ലേ എൻ്റെ നൈക്കിൻ്റെ നല്ല ലക്ഷറിയസ് ഷൂ ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇടിഞ്ഞാൽ പോയിരുന്നു. എന്നിട്ടിട്ട് വന്നത് ബീച്ചിലേക്ക് ആകെ മുഷിഞ്ഞു പോയി. ഉമ്മ ചിപ്പാന്ന് ഉമ്മക്ക് അറിയുന്നത് ഞാൻ ആ ഷൂ ഇട്ടു. ഉമ്മ നിന്റെ ഷൂ ഏത് സഫ പറഞ്ഞാൽ പുതിയതുമ്മ ഇങ്ങനെ ഇടേണ്ടതെന്ന് കാരണം കുറച്ച് ബെറ്ററും കിട്ടി. സോ നമ്മൾ നേരെ വീട്ടിൽ പോകും. ഈ ഷൂന് വീട്ടിലതിൽ ക്ലീൻ ചെയ്യണം. ഇത് എത്രയും നമ്മൾ ചതിച്ചോ. ഇവിടെ ഫുള്ള് ഡെസ്റ്റിനേഷൻ വെഡിങ് നടക്കണം. പ്ലേസ് തോന്നുന്നു ആണ്ട് ഷസാബ ഗൈസ് സഫ ഷൂരുന്നുണ്ട്. ചോത്തിട്ടുണ്ട്. കാലാ പോയി കറക്കണേ. എന്റെ കൈ എടാ നീ പ്രായമാണ് ഇങ്ങോട്ടൊക്കെ അവളെ കണ്ണൊക്കെ കാഴ്ച പ്രായമായി. അയ്യോ ഞാൻ പോയിട്ടെ പോയി അവിടെ ബാക്കിയാണ്. ഹലോ എന്തൊക്കെ ഗൈസ് ഇപ്പൊ ചെയ്യാനാണെങ്കിൽ പോയാനും കഴിയുന്നില്ല. ഇവിടെ ഇല്ലേ കാലത്ത് വന്നെങ്കിലാ ഇവിടെ ഇരുന്നിട്ട് നല്ല ഫോട്ടോ എടുക്കാം. പക്ഷെ ഇതിന് എന്താ അവിടെ എല്ലാം ഉണ്ട് ജാഗ നോക്കിയില്ലേ പോവാ. ബട്ട് നമുക്കറിയില്ല പപ്പ ഇങ്ങനെ കളിക്കുന്നെങ്കിലേ വിസിറ്റിംഗ് ബീച്ചാണ് ഞാൻ ഉദ്ദേശിച്ച ബീച്ച്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ കൊണ്ടുവന്നത് ഇങ്ങനത്തെ ബീച്ചിലേക്കായിരുന്നു. ഇങ്ങനത്തെ ബീച്ചില് ഞാൻ പാൻറ് മടിക്കുന്നുണ്ട്. നനക്കുമ്പോ എനിക്ക് തന്നെ പണിയാകും. ഗായ്സ് നമ്മള് പ്രതീക്ഷിക്കാനാണ് ഈ ബീച്ചിലേക്ക് ഇങ്ങനെ കളിക്കാൻ വന്നത്. അമ്മൻ്റെ ഇല്ല, എൻ്റെ ബാഗിലുണ്ടാ? ഉമ്മാൻ്റെ ഉണ്ടാവും. ഉമ്മാൻ്റെ ഫോണ് വീണ ഷോർട്സ് അത് ഷോർട്സിലേക്ക് ആഡ് ആക്കാം. നോക്കട്ടെ ഞാൻ വീണത്
ഗൈസ് നമ്മൾ ബീച്ചിൽ പോയി നേരെ വീട്ടിൽ വന്നു. മാത്രം നമ്മൾ ബീച്ചിൽ ക്യാപ്പ് കളഞ്ഞു വന്നു. ക്യാപ്പ് നമ്മൾ എന്താക്കി, ക്യാപ്പ് നമ്മൾ അവിടെ ചാടി ഗൈസ്. ഫോട്ടോ എടുക്കുക വരുമ്പോൾ മറന്നുപോയി എടുക്കാം ഗൈസ്. അതിൻ്റെ വിഷമമാണ് രണ്ടുപേർക്കും. പപ്പ പിന്നെ തിരിച്ചെടുക്കാനും പോകാൻ തമ്പിച്ചിട്ട. സോ ഗൈസ് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഇരുന്ന് സൂസൈഡ്. എന്നിട്ട് നമ്മൾ നേരെ കോഫി കുടിക്കാൻ വേണ്ടി നിർത്തി. അപ്പം സംതിങ് വാങ്ങും. ലെറ്റ്സ് ട്രൈ ദിസ്. ഗായ്സ് അങ്ങനെ കോഫി കുടിച്ചിട്ട് നേരെ എൻ്റെ ഒപ്പന റെക്കോർഡാക്കി കിട്ടണത്. ഉമ്മ പ്രഗ്നൻ്റ് ഉണ്ടാവും ഗൈസ്. അതുമാതിരി ആയിപ്പോൾ പപ്പ വ്ളോഗ് എടുക്കുന്നത് നീ ഫുള്ളിടെല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പപ്പ എന്നെ കാണിക്കും. ഞാൻ ബായെല്ലാം പറഞ്ഞിട്ട് നല്ല ശുഭം ബായെല്ലാം പറഞ്ഞിട്ടായിട്ട് ഫോൺ താ പറയുമ്പോൾ പപ്പനെ ചിരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ കപ്പൊക്കെ പപ്പ റെക്കോർഡാക്കിയത് പഠിച്ചത്. ഓക്കെ, നമ്മൾ നേരെ ഇരുന്ന് ഫുഡ് തന്നിട്ടായിട്ട് നമ്മൾ വീട്ടിൽ പോകും. ബർഗറിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഉമ്മ നോക്കുന്ന അഞ്ചെണ്ണ ഗൈസ്. ഉമ്മയും ഞാനും ഒരു സീറ്റിൽ, പപ്പ സേരി ഷോറിൽ ഒരു സീറ്റിൽ. ഗൈസ് തൊപ്പി ഗൈസ്. നമ്മളിവിടെയും ഗൈസ് അതിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടിലെ മഹാ അൽമായ ഷെസ എടുത്തതാണ് ക്യാമറ. അപ്പോൾ കട്ടായി പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഡേ ഒരു വാട്ട് ഡേ, ഒരു വിചാരിക്കാത്ത ഡേ ആയിരുന്നു. അപ്പോൾ ഗൈസ് എല്ലാം പെട്ടെന്നായിരുന്നു. ബീച്ചിൽ പോവാന്ന് പറഞ്ഞ് മാത്രം നമ്മളെത്തിയത് ലൈക്ക് കടലിൻ്റെ കരയത്താണ്, ബീച്ചല്ല ഗൈസ് അത്. അങ്ങനെ നമ്മുടെ എല്ലാം ഫ്ലോപ്പായി. അതന്നെ ബീച്ച് മാത്രം ഞാൻ ഉദ്ദേശിച്ച ബീച്ച് ഇങ്ങനെ ബേക്കൽ ബീച്ച് ഇങ്ങനെ നടക്കുന്ന ഇങ്ങനത്തെ ഫുഡ് എക്സ്പ്ലോർ ആക്കണം അങ്ങനെയെല്ലാം പ്രതീക്ഷിച്ച് ഇങ്ങനെ നല്ല ഡ്രസ്സിലാക്കി വന്നിട്ടാകുമ്പോഴാണ് നമ്മൾ സീസൈഡ് പോകുന്നത് എന്ന് പറഞ്ഞത്. സോ സീസൈഡ് പോയിട്ടൊരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യാപ്പ് ഞാൻ ചാടിയിട്ട് വന്നു. അതാണ് സെഹ്രിഷിൻ്റെ ക്യാപ്പ് ഞാൻ അവിടെ വെച്ചിട്ട് മറന്നുപോയി. അതെടുത്തില്ല, കാറിലെത്തിട്ടാകുമ്പോൾ ഓർമ്മ വന്നത്. ഗൈസ് പപ്പാൻ്റെ ഫ്രണ്ടിനെ ഒന്നിച്ച് പോയത് കൊണ്ട് ഞാൻ റിട്ടേൺ ആക്കിച്ചില്ല. നമ്മന് പോയതെങ്കിൽ ഞാൻ പപ്പാനെ റിട്ടേൺ ആക്കി കഴിഞ്ഞു. അങ്ങനെ ക്യാപ്പ് പോയ ബേജാറാണ് ഗൈസ്. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇനി നമ്മൾ ഫുഡ് കഴിക്കും, എന്നിട്ട് വീട്ടിൽ പോകും ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയും. അതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്കും ഗൈസ്. ബർഗർ വന്നതിന് ശേഷം ഞാൻ ബർഗറും കാണിക്കും, എന്നിട്ടായിരിക്കും എനിക്ക്. ഓക്കെ ഗൈസ്, എൻ്റെ നെയിൽ പോളിഷ് എങ്ങനെയുണ്ടെന്ന് ഡുക്കാൻ വേണ്ട. ഗൈസ് ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ബർഗർ. ദിസ് ബർഗർ ടേസ്റ്റ് സോ യം. ഉമ്മണി അപ്പോൾ കടിക്കുന്നില്ല. മമ്മി വാവ്, മമ്മി അതിനെ അറ്റാക്ക് ചെയ്യുകയാണോ? ഗൈസ് ഞങ്ങളെല്ലാവരും വിശന്നു. സോ ഞാൻ ഫാസ്റ്റ് കഴിക്കട്ടെ. ലെറ്റ്സ് ടേസ്റ്റ് ദിസ് വൺ. Guys, this burger tastes so yum guys. ഞാൻ എപ്പോൾ കഴിക്കുന്ന ബർഗർ ഇതാണ്. ഇത് ഏതെന്ന് ചെയ്യുന്നത് സ്പൈസി ജിംഗർ. ഓക്കെ, നെക്സ്റ്റ് ടൈം നിങ്ങളുടെ പറഞ്ഞെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ്. പിന്നെ ബീഫ് ഇഷ്ടപ്പെടുന്നാക്കെങ്കിൽ ബീഫ് ജിംഗർ ബർഗർ ഗുഡാണ്. ഓക്കെ ബൈ ഗൈസ്.